എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു വലിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രൈഡേ ആണ്, 24th ജൂലൈ. എൻ്റെ ഏകദേശം എല്ലാ ദിവസങ്ങളും ഇപ്പോൾ ഒരുപോലെയാണ്. കാരണം റിപ്പിറ്റേറ്റീവായിട്ട് ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരാറുണ്ട്. മോൾ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു മാറ്റം. ശരിക്കും ഞാൻ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്നൊരു ഫേസ് ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും നാളും നമ്മൾ വളരെ ബിസി ആയിരുന്നു, അല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി മോളെ ചുറ്റിപ്പറ്റി മാത്രം ജീവിതം നടക്കുമ്പോൾ അതിന് ഭയങ്കരമായിട്ടുള്ളൊരു ആസ്വാദനം ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. ഞാൻ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇടുമായിരുന്നു. മോളെ കുറച്ച് ടോയ്സൊക്കെ കൊടുത്ത് എൻ്റെ അടുത്ത് തന്നെ ഇരുത്തിയിട്ടുണ്ട്. ശരിക്കും അവിടെ ഒരു ബോക്സ് ഉണ്ട്, അതിനകത്ത് അവളുടെ കുറച്ച് ടോയ്സ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് റൂമിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളപ്പോൾ ഞാൻ അവളെ ആ ബോക്സിൻ്റെ അടുത്തിരുത്തും. അപ്പോൾ അവൾ അതിലെന്തെങ്കിലുമൊക്കെ എടുത്ത് പെറുക്കിയൊക്കെ വരുമ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട്. അല്ലെങ്കിൽ അവളിങ്ങനെ നമ്മുടെ കൂടെ തന്നെ നടക്കും. അപ്പോൾ നമുക്ക് നടക്കാനും ചെയ്യാനും ഒന്നും പറ്റില്ല. അപ്പോൾ അവളുടെ ശ്രദ്ധയൊന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ അവിടെ അങ്ങനെ ഒരു ബോക്സ് വെച്ചിരിക്കുന്നത്. എൻ്റെ മോളുടെ കാര്യം പറഞ്ഞാൽ അവൾക്കിപ്പോൾ ടോയ്സ് ഒന്നും അത്ര വലിയ ഇഷ്ടമില്ല. അല്ലാതെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ടിന്നോ കുപ്പികളോ അല്ലെങ്കിൽ അടുക്കളയിലെ പാത്രങ്ങളോ, അതൊക്കെയാണ് ഇപ്പോൾ ആളുടെ ഒരു ക്രേസ്. അപ്പോൾ അങ്ങനെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും കൊടുക്കുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ചെറിയ സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അവരത് വായിലിടുവോ മൂക്കിലിടുവോ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ വലിയ വലിയ സാധനങ്ങൾ മാത്രമേ എടുത്ത് കൊടുക്കാറുള്ളൂ. വലിയതെന്ന് പറഞ്ഞാൽ അവർക്കിഷ്ടം തോന്നുന്ന അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. എപ്പോഴും കാണുന്ന ടോയ്സൊന്നും അവൾക്കൊട്ടും ഇഷ്ടമല്ല. മോൾക്ക് നമ്മളെന്നും സാധാരണ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ അവൾക്ക് എന്തെങ്കിലും 2 തരം ഫ്രൂട്ട്സ് ഞാൻ ഒരു ദിവസം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അധികവും നമ്മുടെ സീസണൽ ഫ്രൂട്ട്സൊക്കെ തന്നെ ആയിരിക്കും, പറമ്പിലുണ്ടാവുന്നതും വീട്ടിലുണ്ടാവുന്നതും ഒക്കെ. പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സും കൊടുക്കാറുണ്ട്. കിവി അവൾക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, എന്നാൽ തീരെ ഇഷ്ടക്കുറവുമില്ല, ഒരു മീഡിയം എന്നൊക്കെ പറയാം. ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, നമ്മൾ ഈ ബേക്കറി അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസൊക്കെ ഒരുപാട് കൊടുക്കുന്നതിന് പകരം കുഞ്ഞുങ്ങളുടെ ഡയറ്റിൽ നമ്മളെപ്പോഴും ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ അത് എപ്പോഴും അവരുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ ആൾ നല്ല എനർജറ്റിക്കാണ്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഓടി ചാടിയൊക്കെ നടക്കും. അവൾക്ക് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നടന്നു തുടങ്ങിയത് കൊണ്ട് തന്നെ എല്ലായിടവും നടക്കണം, അങ്ങനത്തെയൊക്കെ ഒരു ചിന്തയാണ്. ഇത് വാമികമോളുടെ മുത്തശ്ശനാണ്. അച്ഛന് കുറച്ചെങ്കിലും സമയം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ അപ്പം തന്നെ പറമ്പിലേക്ക് ഇറങ്ങിപ്പോവാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇടുക്കിക്കാരുടെ ഒരു പൊതുവിലുള്ളൊരു സ്വഭാവമാണെന്ന്. ഇപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്ന ആരെങ്കിലും ഇടുക്കിയിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. കുറച്ച് സമയം കിട്ടിയാൽ അപ്പം തന്നെ അവർ പറമ്പിലേക്കായിരിക്കും പോവുക. പക്ഷേ ഇപ്പോൾ വാമികമോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മുത്തശ്ശനെ പറമ്പിൽ വിടാറില്ല. അവളിങ്ങനെ പിടിച്ച് അടുത്ത് കൊണ്ടിരുത്തി അവളുടെ കൂടെ കളിക്കെന്നും പറഞ്ഞ് കളിപ്പിക്കാറുണ്ട്. ഇവിടെയൊക്കെ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് കൃഷി ചെയ്യുന്നവരാണ്. അതായത് വളരെ കൃത്യമായിട്ട് പറമ്പിലിറങ്ങുകയും പണി ചെയ്യുകയും പണിക്കാരെ നിർത്തി പണിയിപ്പിക്കുകയും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. ഇടുക്കിയിൽ അധികവും അങ്ങനെയാണ്. കാരണം ഇടുക്കിയിൽ കൃഷിയാണ് പ്രധാനമായിട്ടുള്ളൊരു വരുമാന മാർഗ്ഗം. ഇപ്പോഴൊക്കെ അതിൽ നിന്ന് യങ്ങർ ജനറേഷനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ കൃഷി തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർ ചെയ്യുന്നത്. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ 3ഉം 4ഉം മൂട് പാഷൻ ഫ്രൂട്ടുകളൊക്കെ കാണും. കാരണം പല വെറൈറ്റി, യെല്ലോ ഉണ്ട്, ഇങ്ങനെ ഒരു ബ്രൗണിഷ് വരുന്ന നിറമുണ്ട്. ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു സീസണും കൂടിയാണ്, ഒരുപാട് ഉണ്ടാവാറുണ്ട്. എൻ്റെ അമ്മ ഇപ്പോൾ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചായ എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അമ്മ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മോൾക്ക് ആ കിവി ഫ്രൂട്ട് കൊടുത്തത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചത്. കിവി നല്ലപോലെ പഴുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് മധുരം, അല്ലെങ്കിൽ അതിനൊരു പുളിയാണ്. ഇന്നത്തെ കിവിക്ക് ഇച്ചിരി പുളിയുണ്ട്, അതാണ് അവൾ വല്ലാത്തൊരു എക്സ്പ്രഷനൊക്കെ ഇടുന്നത്. പക്ഷേ എന്നാലും മുഴുവനും കഴിച്ചു. ഇപ്പോൾ അവളങ്ങനെ ഒരിടത്തിരുന്നൊന്നും കഴിക്കില്ല. നേരത്തെ ഷെയറിലിരുന്ന് കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഓടി നടന്നേ കഴിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പുറകെ കൊണ്ടു നടന്നൊക്കെ കൊടുക്കണം. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെ ചാമ്പങ്ങയും പപ്പായയും പുളിയൻ പേരയ്ക്കയും അതുപോലെ പാഷൻ ഫ്രൂട്ടും ഒക്കെ നമുക്കിവിടെയുമുണ്ട്. അതൊക്കെ ഉള്ളതനുസരിച്ച് ഞാൻ മോൾക്ക് കൊടുക്കാറുമുണ്ട്. കാരണം പറമ്പിൽ നിന്ന് കിട്ടുന്നത് ഏറ്റവും നാച്ചുറൽ ആയിരിക്കുമല്ലോ. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എനിക്കൊരു ഫ്രൂട്ട് ഇവിടെ ഉള്ളത് ആകാശവെള്ളരി എന്ന് പറയും. അതിനി പറിക്കുമ്പോൾ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ശരിക്കും പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു അകത്തെ രീതി പോലെ തന്നെയാണ് ഈ ആകാശവെള്ളരിയുടെ അകവും. പക്ഷേ പുറം അങ്ങനെയല്ല, ഒരു കുറച്ച് വലിപ്പമുണ്ട്. ഒരു പപ്പായയുടെയൊക്കെ അത്രയും വലിപ്പമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം, അത് പറിക്കുന്ന സമയമാകുമ്പോൾ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ആകാശവെള്ളരി. നല്ല മധുരവുമാണ്. അത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആകാശവെള്ളരി കാണുന്നത്. എനിക്കിപ്പോഴും ആ ഫ്രൂട്ട് കാണുമ്പോൾ ശരിക്കും അത്ഭുതമാണ്. ഇവിടെ എല്ലാവരും അത് കഴിച്ച് മടുത്തിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കിട്ടുമ്പോൾ ഞാനാണ് അധികവും ഇവിടെ കഴിക്കാറ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മോൾക്കൊരു ദോശ കൊടുത്തിട്ടുണ്ടായിരുന്നു.
നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന പനിക്കൂർക്കയിലയാണ്. ശരിക്കും മോളെ കുളിപ്പിക്കാൻ വേണ്ടി എന്നും ഞാനിത് പോയി പറിക്കാറുണ്ട്. ഈ 2 ഹെർബ്, അതായത് പനിക്കൂർക്കയിലയും അരൂതയും ശരിക്കും നല്ല വാസനയുള്ള ഹെർബ്സാണ്. നമ്മളിത് പറിക്കുമ്പം തന്നെ നല്ല വാസനയാണ് കയ്യിലുമൊക്കെ. അപ്പം മോളെ ഇത് ഈ 2 ഇലകളും കൂടി മിക്സ് ചെയ്ത് അത് തിളപ്പിച്ച വെള്ളത്തിലാണ് മോളെ ഞാൻ എന്നും കുളിപ്പിക്കാറ്. ശരിക്കും ഈ ഹെർബൽ ബാത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് നല്ലതാണ്. നമ്മുടെ ഇവിടെ ഈ മഴയും പിന്നെ ഈ ഒരു നല്ല മണ്ണൊക്കെ ആയതുകൊണ്ട് നന്നായി ഉണ്ടാവാറുണ്ട്. ഇനി വേനൽക്കാലം ആണെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് നനച്ചു കൊടുത്താലും മതി, അത്യാവശ്യം നന്നായി തന്നെ വളരും. ഇതും ഞങ്ങളുടെ മുറ്റമാണ്. ഇവിടെ തന്നെയാണ് അരൂത നിൽക്കുന്നത്. ഞങ്ങളിവിടെ മാത്രമാണോ അരൂത എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഈ ഹെർബിൻ്റെ പേര് ഓരോ നാട്ടിലും ഓരോ പേരുകൾ പല ചെടികൾക്കും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഇവിടെ ഞങ്ങൾ അരൂത എന്നാണ് പറയുന്നത്. ഇതും നല്ല വാസനയുള്ളൊരു ഹെർബാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. ശരിക്കും പറഞ്ഞാൽ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നല്ലൊരു മരുന്നാണ് ഈ അരൂതയില. നനച്ചു കൊടുത്താൽ അത്യാവശ്യം നന്നായി വളരുന്നൊരു ഹെർബാണിത്. നമുക്കിവിടെ എല്ലാ ക്ലൈമറ്റിലും ഇത് ഉണ്ടാവാറുണ്ട്. നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ ആയിട്ട് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള പ്ലാന്റ്സ് ഉണ്ടാവാറുണ്ട്. നമ്മളിതിൻ്റെ ഒരു പ്രൈസ് ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തോരമാണ് നമുക്കിവിടെ വെറുതെ കിട്ടുന്നതെന്ന്. അപ്പോൾ ഉള്ളതൊക്കെ എല്ലാവരും പ്രിസർവ് ചെയ്യാൻ നോക്കുക. കാരണം വരും കാലങ്ങളിൽ എല്ലാം നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ട് വരും. മോൾ അമ്മയുടെ കൂടെ നല്ല കളിയാണ്. അവൾക്കാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ അടുത്തിരുന്ന് കളിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഈ വെള്ളം ഇങ്ങനെ നന്നായി വെട്ടി തിളയ്ക്കണം. അപ്പോൾ നല്ലൊരു ഗ്രീൻ കളറാകും ആ വെള്ളത്തിന്. നമ്മളിവിടെ വീട്ടിൽ എല്ലാത്തരം അച്ചാറുകളും ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എൻ്റെ ബ്രദറിൻ്റെ ആണെങ്കിലും അവർക്ക് അച്ചാറുകൾ ഉണ്ടാക്കാനും ഇഷ്ടമാണ്, അതുപോലെ തന്നെ കഴിക്കാനും ഇഷ്ടമാണ്. ഇന്നൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള പ്ലാനുണ്ട്. നാരങ്ങയും നാടനാണ്, നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതുപോലെ മോളെ കുളിപ്പിച്ച് അവൾ ഉറങ്ങി. അതിന് ശേഷമാണ് ഞാൻ എന്നത്തെയും പോലെ വീട് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. നമുക്കിവിടെ വീട്ടിലങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ലെങ്കിലും ഉള്ളതിനെയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ബാക്കി എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റാണ്. എനിക്ക് ഇതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പ്ലാന്റ്സിനെ എപ്പോഴും നടുന്നതും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഹസ്ബൻഡും ബ്രദർ ഇൻ ലോയും ഒക്കെയാണ്. അവർക്കത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. പുറത്തെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നല്ല ചെടികൾ കണ്ടാൽ ഏതെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിൽ പോലും അവരത് ചോദിച്ച് വാങ്ങിക്കാറുണ്ട്. വില കൊടുത്തും വാങ്ങിക്കാറുണ്ട്. കൊണ്ടുവരുമ്പോൾ തന്നെ ചട്ടിയിലേക്ക് നടാറില്ല, മറിച്ച് ഗ്രോ ബാഗിലാണ് നടുന്നത്. അത് അവിടെ നിന്ന് നന്നായി പിടിച്ചതിന് ശേഷം മാത്രമേ ചട്ടിയിലേക്ക് മാറ്റാറുള്ളൂ. അങ്ങനെ ചട്ടിയിലേക്ക് മാറ്റാൻ ഒരുപാട് ചെടികൾ ഗ്രോ ബാഗിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്കെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനും അടുക്കി വെക്കാനും ഒക്കെയാണ് ഇഷ്ടം. ഞാൻ വീടിനകത്തും പുറത്തുമൊക്കെ ആയിട്ട് ചെടികൾ പല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പോൾ അധികവും പുറത്താണ് വെച്ചിരിക്കുന്നത്. അകത്ത് വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ. മോള് വളരെ ചെറുതായതുകൊണ്ടാണ്. അതിനുശേഷം അവൾ കുറച്ചും കൂടെ വലുതാവും തോറും ഇൻഡോർ പ്ലാന്റ്സൊക്കെ അകത്തേക്ക് തന്നെ കയറ്റി വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഏതെങ്കിലും കുറച്ച് റെയറായിട്ടുള്ള പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ചട്ടിയിൽ മാത്രമല്ല, നമ്മളത് മുറ്റത്തും ഒരു മൂട് നട്ട് വെക്കാറുണ്ട്. കാരണം അത്യാവശ്യം നല്ല മണ്ണായതുകൊണ്ട് എന്തും നട്ട് കഴിഞ്ഞാൽ അത് നന്നായി വരും. അപ്പോൾ ചട്ടിയിലുള്ളത് നഷ്ടപ്പെട്ടു പോയാലും മണ്ണിലുള്ളത് അവിടെ നിന്നോളുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചില ആൾക്കാരുണ്ട്, നമ്മൾ പ്ലാന്റ്സ് ചോദിച്ചു കഴിയുമ്പം തരും. ചിലരങ്ങനെയല്ല, തരില്ല. അപ്പം ഉള്ളതിനെ ചിലപ്പോൾ റെയറായിട്ടുള്ളതൊക്കെ ആയിരിക്കും. ഉള്ളതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചട്ടിയിലും മുറ്റത്തുമായിട്ട് 2 രീതിയിൽ നടുന്നത്. ഞാൻ ഈ എടുത്ത് വെക്കുന്ന പ്ലാന്റ്സിൽ സി പ്ലാന്റ് ഉണ്ട്, ചൈന ഡോളുണ്ട്, കലാത്തിയയുടെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മണ്ണിലും നട്ടിട്ടുണ്ട്. കാരണം ചട്ടിയിലുള്ളത് പോയാലും നമുക്ക് മണ്ണിലുള്ളതിൽ നിന്ന് വീണ്ടും കട്ടിങ്സ് എടുക്കാമല്ലോ. വീട്ടിലധികവും ഇലച്ചെടികളാണുള്ളത്. പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസ് വളരെ കുറവാണ്. മോള് തീരെ ചെറുതായിരുന്ന സമയത്ത് അവൾ ഉറങ്ങുന്ന ടൈമിൽ ഞാനും റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കങ്ങനെ റെസ്റ്റ് എടുക്കണമെന്നൊന്നും തോന്നാറില്ല. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ക്ഷീണവും തോന്നാറില്ല. അതുകൊണ്ട് തന്നെ മോൾ ഉറങ്ങുന്ന സമയത്ത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ജോലികൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കാറുണ്ട്. അവൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസിയായി പോകും. തുണിമടക്കൽ എന്നും ഞാൻ രാത്രിയിലാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് സമയം കിട്ടിയതുകൊണ്ട് മാത്രം പകൽ ചെയ്തതാണ്. അമ്മയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യാനായിട്ട് സമയം കിട്ടാറുണ്ട്. കാരണം മോൾ ഉണർന്നാലും അമ്മ നോക്കാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കൂടുതൽ സമയം മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റാറുണ്ട്. ഈ ക്ലീനിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു തെറാപ്പിയാണെന്ന് തോന്നാറുണ്ട്. കാരണം ഭയങ്കരമായിട്ടുള്ളൊരു സമാധാനവും സന്തോഷവും സാറ്റിസ്ഫാക്ഷനൊക്കെ എനിക്ക് ക്ലീനിങ്ങിലൂടെ കിട്ടാറുണ്ട്. എന്നെ കേൾക്കുന്ന കുറച്ച് മനുഷ്യർക്കെങ്കിലും എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്കെല്ലാം അലങ്കോലപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരു സമാധാനവും കാണത്തില്ല. എന്നാൽ എല്ലാം അത്യാവശ്യം ഒതുങ്ങിയും നല്ല വൃത്തിയായിട്ടുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്തോ ഒരു സമാധാനവും സന്തോഷമൊക്കെ തോന്നാറുണ്ട്. ചെറുപ്പം തൊട്ടേ ഞാനിങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് അത്യാവശ്യം എല്ലാം
ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ എനിക്ക് മനസ്സിന് സന്തോഷം തോന്നാറുണ്ടായിരുന്നു. എൻ്റെ മോളെയും ഇങ്ങനെയൊക്കെ തന്നെ ശീലിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പേഴ്സണൽ ഹൈജീൻ ഉണ്ടാക്കിയെടുക്കാനും നമ്മളായിരിക്കുന്ന സ്ഥലം വൃത്തിയാക്കി വെക്കാനും ഒക്കെ മോളെയും പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതൊരിക്കലും അവളൊരു പെൺകുട്ടി ആയതുകൊണ്ടല്ല, മറിച്ച് എനിക്കൊരു ആൺകുട്ടിയാണ് ഉണ്ടായിരുന്നതെങ്കിലും ഞാനിങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളൂ. കാരണം ഒരു മനുഷ്യൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു നീഡാണ് വൃത്തിയായിട്ടിരിക്കുക അല്ലെങ്കിൽ വൃത്തിയാക്കി വെക്കുക എന്നൊക്കെയുള്ളത്. അതുപോലെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് വൃത്തി, അല്ലെങ്കിൽ ഒരു വീട് വൃത്തിയായിട്ടിരിക്കുന്നത് നമ്മളെപ്പോഴും അധികവും സ്ത്രീകളുമായിട്ട് റിലേറ്റ് ചെയ്താണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പോൾ ഒരു വീട് വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾ മാത്രം അല്ല അതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ പോരാ. ഒരു വീട്ടിൽ എത്ര ആളുകളുണ്ടോ അത്രയും പേർ വീട് വൃത്തിയാക്കി വെക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ആ വീട് വൃത്തിയുള്ളതാവുകയുള്ളൂ. അപ്പം നമ്മൾ പലപ്പോഴും സ്ത്രീകളെ ബ്ലെയിം ചെയ്യാറുണ്ട്. സ്ത്രീകൾക്കത് വൃത്തിയാക്കിക്കൂടെ എന്നുള്ള രീതിയിൽ. ഒരിക്കലും അങ്ങനെയല്ല. എല്ലാവരുടെയും കൂട്ടായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ് ഒരു വീട് വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ട്. മോൾക്ക് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് ഞാൻ എപ്പോഴും ലഞ്ച് കൊടുക്കാറ്. അവളിപ്പോൾ തന്നെ ഉണരും, ഏകദേശം ഉണരാറായി. ഇതിനിടയിൽ ഞങ്ങൾ ലഞ്ച് കഴിച്ചിരുന്നു. മോളുടെ കാര്യങ്ങൾ എപ്പോഴും ഒരു സമയം വെച്ച് കൃത്യമായിട്ടുള്ളൊരു ചിട്ടയിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് അവൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. രാവിലെയും വൈകിട്ടും ഇവിടെ ചായ മസ്റ്റാണ്. ചായയുടെ കൂടെ അങ്ങനെ സ്നാക്സ് ഒന്നും ഉണ്ടാവാറില്ല. ചായ അല്ലെങ്കിൽ കാപ്പി നമ്മളെന്തായാലും രാവിലെയും വൈകിട്ടും കുടിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഉണ്ടാക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ബ്രെഡും ജാമും എനിക്കങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. പക്ഷേ വല്ലപ്പോഴും ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഒരുപാട് നാൾ കൂടിയിട്ടാണ് ബ്രെഡും ജാമും കഴിക്കുന്നത്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹോസ്റ്റലുകളിൽ ബ്രെഡും ജാമും സ്ഥിരമായിട്ട് കഴിക്കുമായിരുന്നു. ഇപ്പോഴും എനിക്ക് ഈ ഒരു സാധനം കാണുമ്പോൾ എൻ്റെ ഹോസ്റ്റൽ മെമ്മറീസൊക്കെ തിരികെ വരുന്നത് പോലെ തോന്നാറുണ്ട്. അത് ചില ഫുഡിൻ്റെ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചില ഭക്ഷണങ്ങൾ കാണുമ്പോൾ ചില ആൾക്കാരെയും ചില സ്ഥലങ്ങളും അങ്ങനെയുള്ള മെമ്മറീസൊക്കെ കടന്നു വരാറുണ്ട്. ഞാനുണ്ടാക്കുന്ന ഫുഡിനെക്കുറിച്ച് എൻ്റെ മോൾക്ക് എപ്പോഴും നല്ല മെമ്മറീസ് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ലാത്ത ഫുഡും അറിയത്തില്ലാത്ത റെസിപ്പീസൊക്കെ അമ്മയോടൊക്കെ ചോദിച്ച് പഠിക്കാൻ ഞാനിപ്പോൾ സമയം കണ്ടെത്താറുണ്ട്. എനിക്ക് കിച്ചണിൽ നേരത്തെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. ഡെലിവറിയും തിരക്കുകളും ഒക്കെ ആയിട്ട് അത് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ അത് ഉണങ്ങിപ്പോയി. ഇത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയാണ്. ശരിക്കും ഈ ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസൊക്കെ മണ്ണിലത്തേതുപോലെ തന്നെ വെള്ളത്തിലും നന്നായി വളരും. കുപ്പിയിലിങ്ങനെ വെള്ളത്തിൽ പ്ലാന്റ്സ് നടുന്നത് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കിച്ചണിലും റൂമിലും ലിവിങ് ഏരിയയിലും ഒക്കെ ഞാനിങ്ങനെ കുപ്പികളിൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മണ്ണിൽ നടുന്നത് പോലെ വലിയൊരു കെയർ എപ്പോഴും കൊടുക്കണം എന്നില്ല. ഇടയ്ക്ക് വെള്ളം തീരുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. മോൾ ഉണർന്ന് അവൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമുള്ളൊരു വീഡിയോ ആണിത്. അവൾ ഉണർന്നു കഴിയുമ്പോൾ ശരിക്കും വീട് ഉണരും. അവൾ ഉറങ്ങുമ്പോൾ വീട് ഉറങ്ങിയ പോലെ തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങളുള്ള എല്ലാ വീട്ടിലും എല്ലാ അമ്മമാർക്കും ഞാനീ പറഞ്ഞ കാര്യം മനസ്സിലാവും. മോളുടെ തലയിൽ ഈ തൊപ്പിയെക്കുറിച്ച് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. ശരിക്കും ഇത് ഹെഡ് പ്രൊട്ടക്ഷൻ ക്യാപ്പാണ്. അവൾ വീഴും, എപ്പോഴും നടന്നു തുടങ്ങിയത് കൊണ്ട് എപ്പോഴും വീഴാറുണ്ട്. അപ്പോൾ ഈ തലയിൽ ഈ ക്യാപ്പ് ഉള്ളപ്പോൾ അത് നല്ലൊരു പ്രൊട്ടക്ഷനാണ്. മുഖവും നെറ്റിയും തലയും ഇടിക്കാറില്ല. എനിക്ക് ഏറ്റവും അവളിൽ പേടിയുള്ളൊരു കാര്യം ഇതാണ്. ഇതുപോലെ എല്ലായിടത്തും ഇപ്പോൾ വലിഞ്ഞു കയറും. ചിലപ്പോൾ ആ കയറുന്ന പോലെ തന്നെ തിരികെ ഇങ്ങ് താഴേക്ക് വീഴും. ആ സമയത്ത് തലയിൽ ഈ തൊപ്പി ഉള്ളപ്പോൾ തലയിടിക്കാതെ എപ്പോഴും രക്ഷപ്പെടാറുണ്ട്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റാണ് ഈ ക്യാപ്പ്. അവൾ തറയിലിറങ്ങി കളിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ ഈ ക്യാപ്പ് വെച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് അവൾക്ക് അതും ഒരു ശീലമാണ്. അതായത് തറയിലിറങ്ങി കളിക്കണമെങ്കിൽ ഈ തൊപ്പി വെക്കണം എന്നുള്ളൊരു ചിന്ത അവൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും അത് സന്തോഷമാണ്. വീണാലും തലയ്ക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടാറുണ്ട്. വൈകുന്നേരം ആയാൽ അധികം തണുപ്പൊന്നും ഇല്ലാത്ത നല്ല ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ അവളെയും കൊണ്ട് ഞാൻ മുറ്റത്തിറങ്ങാറുണ്ട്. അവൾക്ക് എന്നും വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് മുറ്റത്തിറങ്ങണം. അത് അവൾക്കൊരു ശീലമാണ്. പക്ഷെ നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ ഞാൻ ഇറക്കാറില്ല. കാരണം ഇവിടെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, നല്ല കാറ്റുണ്ടാവാറുണ്ട്. ഇന്ന് പക്ഷേ അങ്ങനെയൊന്നുമില്ല. നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. ഒട്ടും തണുപ്പുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മണി 5:30 ആ ഒരു സമയമാണ്. മുറ്റത്ത് പോകണം, ചാമ്പങ്ങ പറിക്കണം, ടാറ്റ പോകണം, പൂവ് കാണണം. ഇതൊക്കെയാണ് നേരം വെളുക്കുമ്പം തൊട്ട് രാത്രിയാവുന്നവരെ അവൾ എന്നോട് പറയാറുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അവൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ അതായതുകൊണ്ട് തന്നെ വൈകുന്നേരം ഞാൻ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാറുണ്ട്. പിന്നെ അവൾക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ള മറ്റൊരു കാര്യമാണ് പാല് മേടിക്കുന്നത്. നമുക്കിവിടെ ഈ സമയത്താണ് പാലുവണ്ടി വരുന്നത്. പാത്രവുമായിട്ട് അവിടെ ചെന്ന് നിന്ന് പാല് വാങ്ങി തിരികെ വരുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അച്ചാറുണ്ടാക്കാൻ ഇപ്പോൾ ആർക്കും അറിയത്തില്ലാത്തതല്ലേ. ഇത് ഞങ്ങളുടെ വീട്ടിൽ അച്ചാറുണ്ടാക്കുന്ന രീതിയാണേ. നാരങ്ങ അച്ചാർ വെച്ച് അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ എടുക്കാറില്ല. കുറച്ച് ദിവസം അടച്ച് കെട്ടി വെച്ച്
ഒരു 10-12 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ വേണ്ടി എടുക്കാറ്. ഈ അച്ചാറിൽ അധികമായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നാരങ്ങ വാട്ടി, അതായത് ഒന്ന് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നാരങ്ങ പെട്ടെന്ന് അലുക്കും. നാരങ്ങ അച്ചാറിൽ നാരങ്ങ കഷ്ണങ്ങൾ കുറച്ച് അലുത്തിരുന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ആ ഒരു കട്ടിയിൽ ആ കഷ്ണങ്ങൾ കിടന്നു കഴിഞ്ഞാൽ നാരങ്ങയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ മാങ്ങ അങ്ങനെയല്ല. മാങ്ങാ കഷ്ണങ്ങൾ അധികം വെന്തു പോവാതെ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് മാങ്ങ അച്ചാറിന് ഇവിടെ ഇഷ്ടം. വിനാഗിരി ചേർത്തും ചേർക്കാതെയും ഇവിടെ അച്ചാർ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ വിനാഗിരി ചേർത്തിട്ടുണ്ട്. എല്ലാം വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ഭരണിയിലാക്കി അടച്ചു കെട്ടി 10-12 ദിവസം വയ്ക്കും. അതിനുശേഷം കഴിക്കാനെടുക്കും. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പിയായും ഹെൽത്തിയായും ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.